ഹലോ! പിള്ളേർക്ക് വേണ്ടി ഒരു നിയമമുണ്ടല്ലോ മക്കളെ. അതെന്തുവാ? അത് തന്നെ. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. പിന്നെ പറ്റുന്നതാണെങ്കിൽ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഇനി പറ്റാത്തതാണെങ്കിലോ ഞാൻ ബധിരയും മുഖയുമാക്കും. ഇനി പറ്റുമോ ഇല്ലയോ എന്ന് സംശയമുള്ളതാണെങ്കിലോ അത്തരത്തിലൊരു ആഗ്രഹമായിരുന്നു ഇത്തവണ പറഞ്ഞിരുന്നത്. ഒരു മുയൽക്കുട്ടനെ ഉണ്ടാക്കണം. എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് സംശയമുള്ളതുകൊണ്ട് തന്നെ തൽക്കാലം നോക്കാമെന്നൊരു വാക്കിലൊതുക്കി. പിന്നെ ഒരു പരീക്ഷണം പോലെ കയ്യിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ചെയ്തു തുടങ്ങിയതാണിത്. ഏതാണ്ട് ഒരു മുയലിന്റെ ആകൃതിയിൽ തുണി വെട്ടിയെടുത്ത് തയ്ച്ച് ബോഡി ഉണ്ടാക്കി. പിന്നെ അതേ തുണിയിൽ നിന്ന് തന്നെ നൂലെഴുന്ന് കളഞ്ഞ് ശരീരത്തിന് രോമങ്ങളും ഉണ്ടാക്കി. പക്ഷെ രോമങ്ങളൊക്കെ ഏതാണ്ട് ആൾക്കുരങ്ങിനെ പോലെ ഇരുന്നിരുന്നു. അതെല്ലാം ഞാൻ തൽക്കാലം വെട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണുണ്ടാക്കാനായിട്ട് ടാബ്ലറ്റിന്റെ സ്ട്രിപ്പ് എടുത്തു. പിന്നെ മുയലിന് ചെവി വന്നു, വാല് വന്നു, കഴിക്കാൻ 2 ക്യാരറ്റ് വന്നു, കിടന്നുറങ്ങാൻ ഒരു പുൽത്തകിടിയും വന്നു. പക്ഷെ ഞാനൊരു ക്യൂട്ടായ മുയലിനെയാണ് ചെയ്യാൻ ആഗ്രഹിച്ചതെങ്കിലും ഞാനുണ്ടാക്കിയ ക്യാരറ്റും പുൽത്തകിടിയും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്നറിയില്ല. മുയലിനെ എന്നെ കാണുമ്പോൾ ഡമിയൻ ഗിർ, കാരണം അമ്മാതിരി ഗൗരവമായിരുന്നു ആ മുഖത്ത്. പിന്നെ മുയലിനുമുണ്ടോ ഗൗരവം എന്നുള്ള കാര്യത്തിനെപ്പറ്റി ആധികാരികമായി ചിന്തിക്കാറാവാത്തതുകൊണ്ട് എൻ്റെ പിള്ളേർക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പിന്നെയും ഉണ്ടാക്കേണ്ടി വന്നേനെ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ സാധാരണ എനിക്ക് മുഖത്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മുഖത്തൊക്കാത്ത കാര്യം പറഞ്ഞാൽ മതി. കാരണം ആൾക്ക് ഭയങ്കര ജാടയാണ്. ആശാൻ ജാടയും കൊണ്ട് അവിടെ ഇരിക്കട്ടെ. ക്യാരറ്റൊക്കെ വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളും. താങ്ക് യു.